നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 1201 ആണ്ട് ചിങ്ങമാസം 1 തീയതി ഉദയാൽ പൂർവം 11 നാഴിക 1 വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങരവി സംക്രമം. അതായത് 2025 ഓഗസ്റ്റ് 17 മുതൽ 2026 ഓഗസ്റ്റ് 17 വരെയുള്ള കാലഘട്ടമാണ് 1201 ആണ്ട് എന്ന് പറയപ്പെടുന്നത്. സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക. ആയതിനാൽ മേടമാസത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ്. അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം 1201 ആണ്ടിൽ കന്നി, തുലാം എന്നീ കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലയളവിൽ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയുമെല്ലാം വിശദമായി അപഗ്രഥിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതകയോഗങ്ങളും നക്ഷത്രദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ്. അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. ചിത്തിര നക്ഷത്രം കന്നി, തുലാം എന്നീ രാശികളിലാണ് വരുന്നത്. ഇവർക്ക് പുതുവർഷത്തിൽ ശനി 6, 7 എന്നീ ഭാവങ്ങളിലും വ്യാഴം 9, 10 എന്നീ ഭാവങ്ങളിലും കേതു 11, 12 എന്നീ ഭാവങ്ങളിലും രാഹു 5, 6 എന്നീ ഭാവങ്ങളിലും സ്ഥിതി ചെയ്യുന്നു. ചിത്തിര നക്ഷത്രം ചൊവ്വയുടെ ആധിപത്യമുള്ള നക്ഷത്രമാണ്. ആയതിനാൽ തന്നെ ഇവർക്ക് വളരെയധികം ഉത്സാഹവും മറ്റാരെയും കൂസാക്കാത്ത സ്വഭാവവും കാണപ്പെടുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നുള്ളത് ഇവരുടെ സ്വഭാവമാണ്. ഏതു കാര്യങ്ങളിലും എടുത്തു ചാടുകയും പ്രിയമായാലും അപ്രിയമായാലും തന്റെ അഭിപ്രായങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ വെട്ടിത്തുറന്ന് പറയാൻ ഇവർ ഒരു മടിയും കാണിക്കുന്നതല്ല. ചൊവ്വയുടെ നക്ഷത്രമായ ചിത്തിര നക്ഷത്രക്കാർ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ്. മുൻപ് എടുത്തിട്ടുള്ളതായ കടങ്ങളെ ചൊല്ലിയും മറ്റും ഇവർ സാമ്പത്തികമായി പലവിധ ബുദ്ധിമുട്ടുകളും ഇതുവരെ അനുഭവിച്ചു വന്നിട്ടുണ്ടാകണം. വിവാഹ സംബന്ധിയായി പലവിധേന തടസ്സങ്ങളും അതല്ലെങ്കിൽ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സാമ്പത്തിക ബാധ്യതയുമെല്ലാം ഇവർ ഏറ്റെടുക്കേണ്ടതായ സ്ഥിതിയും കുടുംബജീവിതത്തിൽ എല്ലാവിധ കലഹങ്ങളുമെല്ലാം ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇത്തരം ദോഷങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്നോണമാണ് 1201 ആണ്ട് ഇവർക്ക് കടന്നു വരാനിരിക്കുന്നത്. ഇവരുടെ 9ാം ഭാവത്തിലേക്ക് വ്യാഴവും 6ാം ഭാവത്തിൽ ശനിയും 6ാം ഭാവത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതുവരെയും ഇവർക്ക് പ്രത്യേകിച്ച് ഗുണഫലങ്ങളൊന്നും ലഭിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ 1201 ആണ്ടിൽ ഈ ഗ്രഹങ്ങൾ വക്രം പ്രാപിക്കുകയും ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നതോടുകൂടി ഇവർക്ക് ഏറെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാൻ ഇടയാകും. അതിൽ പ്രധാനമായും 1201 ആണ്ടിൽ ചിത്തിര നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലം എന്നത് ഇവർക്ക് വിവാഹ സംബന്ധിയായി ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങും എന്നതാണ്. വീട്ടിലുണ്ടായിരുന്ന കുടുംബ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിനും കലഹങ്ങൾ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നവരെല്ലാം നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും മോചനം നേടാനും ജീവിതത്തിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കമിടാനും സാധിക്കുന്നതാണ്. സ്ത്രീകൾ നിമിത്തം അഭിവൃദ്ധി ഉണ്ടാകുകയും സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും പുതുവർഷത്തിൽ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. വരും വർഷത്തിൽ ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളെ കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. സ്ത്രീകൾ നിമിത്തം ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ തന്റെ ഭാര്യയ്ക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും അവരുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന പരാധീനതകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും. ഈ നക്ഷത്രക്കാർ തങ്ങളുടെ ഭാര്യമാരെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർക്കുകയോ അതല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട വിഷയം പഠിക്കുന്നതിനായുള്ള കാര്യങ്ങൾ പുതുവർഷത്തിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്.
ജോലി സംബന്ധമായും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ചില പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത്തരം പ്രലോഭനങ്ങളിൽപ്പെട്ട് പണം കടം കൊടുക്കുകയോ പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയോ മറ്റോ ചെയ്താൽ മാനഹാനിക്ക് സാധ്യതയുണ്ട്. പാരമ്പര്യമായി ചില തൊഴിലുകൾ പഠിച്ചു വന്നിരുന്നവർ അത്തരം കർമ്മങ്ങൾ സ്വന്തമായി ചെയ്യുന്നതിനും അതല്ലെങ്കിൽ നിലവിൽ മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചെയ്യുന്ന തൊഴിലിനും ഉപരിയായി അത്തരം കൈത്തൊഴിലോ കുലത്തൊഴിലോ ചെയ്ത് തന്റെ വരുമാനത്തിലെ കുറവ് പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയമാണിത്. സ്വന്തമായി കരകൗശല വിദ്യകളും കൈത്തൊഴിലുകളും മറ്റും പഠിക്കുന്നതിനും അത്തരം തൊഴിലുകൾ ചെയ്ത് തുടങ്ങുന്നതിനും ഇടയാകുന്നതാണ്. എന്നാൽ ചിത്തിര നക്ഷത്രക്കാർക്ക് പിതാവിനോടോ പിതാവിന്റെ വീട്ടുകാരോടോ സ്വത്ത് സംബന്ധമായി ചില തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും അതല്ലെങ്കിൽ ധനം വിനിയോഗിക്കുന്നതിനെ പറ്റി ചില വഴക്കുകളും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടാകുന്നതിനും പുതുവർഷത്തിൽ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷകളിൽ ഇവർ ഉന്നത വിജയം നേടുന്നതിന് ഇടയാകും. സർക്കാർ സംബന്ധമായി ജോലികൾ ലഭിക്കുന്നതിന് ഇടയാകുകയും തന്റെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിന് വേണ്ടിയോ മറ്റോ ജോലി ചെയ്തുകൊണ്ട് തന്നെ പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനും ഒഴിവു സമയങ്ങൾ തന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനായി കൂടുതലായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ പൊതുവെ ജോലിയിൽ നിന്നും മികച്ച വരുമാനവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകും. തന്റെ കഠിനാധ്വാനത്തിനും കഷ്ടപ്പാടിനും അനുകൂലമായ വരുമാനം ലഭിക്കുന്നതിനും ജോലി സ്ഥലത്ത് മാനസികമായി വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് താൻ ഗവേഷണം ചെയ്യുന്ന വിഷയത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ അനുകൂലമായ സമയമാണ്. പഠനത്തിൽ വിജയവും പരീക്ഷകളിൽ മികച്ച വിജയവും പ്രാപ്തമാക്കാൻ സാധിക്കും. പഠനകാര്യങ്ങളിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു നിഷ്കർഷയും മറ്റും പലവിധ വിജയങ്ങൾക്ക് അവസരം ഒരുക്കും. കൂടാതെ പഠിച്ച വിഷയത്തിൽ സ്വദേശത്തോ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനും കാലം അനുകൂലമാണ്. സയൻസുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട സാമ്പത്തിക ലാഭവും പുതിയ കണ്ടുപിടുത്തങ്ങളുമെല്ലാം തുടങ്ങുന്നതിന് പുതുവർഷത്തിൽ ഇടയാകും. പ്രത്യേകിച്ച് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. പുതുവർഷത്തിൽ രാഹുകേതുക്കൾ അത്ര അനുകൂലമല്ലാത്ത സ്ഥാനത്തായതിനാലും ശനിയും വ്യാഴവും അനുകൂലമല്ലാത്തതിനാലും ചിത്തിര നക്ഷത്രക്കാർ തങ്ങളുടെ ദേഷ്യത്തെ വളരെയധികം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കേസ്, കോടതി വ്യവഹാരങ്ങൾ മുതലായവയിൽ ചെന്ന് പെടുന്നതിന് സാധ്യതയുണ്ട്. ചിത്തിര നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ മുൻപിൽ നോക്കാതെ പല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുന്ന ഒരു സ്വഭാവം ഇവർ പ്രകടിപ്പിക്കുന്നു. എന്നാൽ അത്തരം സ്വഭാവം പുതുവർഷത്തിൽ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ജോലി സംബന്ധമായോ ശത്രുക്കൾ നിമിത്തമോ കലഹം നിമിത്തമോ അതല്ലെങ്കിൽ കേസ് സംബന്ധമായോ മറ്റോ ഇവർക്ക് സ്വന്തം വീട് വിട്ട് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടായേക്കാം. അതിനാൽ തന്നെയും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മിതത്വം പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇവർ വീട് പണിയുന്നതിന് വേണ്ടിയോ സ്വന്തം മക്കളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയോ നല്ലൊരു തുക ലോൺ എടുക്കുന്നതിനും അതല്ലെങ്കിൽ കടബാധ്യത വരുത്തി വെച്ചുകൊണ്ട് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇവർ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് വരുന്ന വർഷത്തിൽ ശത്രുദോഷം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ബന്ധുക്കളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും തന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിലും സാമ്പത്തികമായ കാര്യങ്ങളിലും ശത്രുദോഷം വളരെയധികം ബാധിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സമയമാണ്. വരുന്ന വർഷത്തിൽ ആത്മീയപരമായ കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യം വർദ്ധിക്കുകയും ചില തീർത്ഥയാത്രകളും മറ്റും ചെയ്യുന്നതിന് ഇടയാകുകയും ചെയ്യും. തന്റെ ജീവിതത്തിലെ ദോഷപരിഹാരത്തിനായി ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ ചില ഹോമകർമാദികളെല്ലാം ചെയ്യുന്നതിനും പുതുവർഷത്തിൽ സാധ്യതയുണ്ട്. ഇവർക്ക് ഈ വർഷത്തിൽ തന്റെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായി തന്റെ വീട് വിട്ട് ദൂരെ മാറി നിൽക്കുന്നത് മൂലമോ ഒരു അത്യാവശ്യ കാര്യത്തിന് അവരെ ലഭിക്കാത്ത അവസ്ഥകൾ ഉണ്ടായേക്കാം. എന്നാൽ അവർ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കുന്നതിനും തന്റെ സാമ്പത്തിക ബാധ്യതകളിൽ അവരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും. എന്നാൽ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ മക്കളുടെ ഭാഗത്തു നിന്നും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിനും അവരോട് വഴക്കടിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ്.
വളരെ കാലമായി ചികിത്സ ചെയ്തിട്ടും തന്റെ രോഗദുരിതത്തിന് ഒരു ശമനമില്ലാത്തതിനാൽ പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുന്നതിന് ഇടയാകും. ഇവർക്ക് തന്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരികയും തന്റെ ജീവിതശൈലി മാറ്റുന്നതിന് ഇടയാകുകയും ചെയ്യും. ഇവരുടെ ദുശീലങ്ങളെല്ലാം നീക്കി പുതിയ ആരോഗ്യപരമായ ജീവിതം പുനരാരംഭിക്കുന്നതിന് വളരെ അനുകൂലവും സാധ്യതയുമുള്ള ഒരു സമയമാണിത്. ചിത്തിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ജാതകത്തിലെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇവരുടെ നക്ഷത്രപ്രകാരമുള്ള ഉപാസനാ ദേവത ത്വഷ്ടാവ് അഥവാ വിശ്വകർമാവാണ്. ആയതിനാൽ തന്നെ നിത്യവും നക്ഷത്രമന്ത്രമായ ഓം വിശ്വകർമ്മണേ നമ എന്ന മന്ത്രം ചൊല്ലുന്നത് ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പലതരത്തിൽപ്പെട്ട ദോഷദുരിതങ്ങൾക്ക് ശമനം നൽകും. ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി. ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും. പക്ഷെ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ചിത്തിര നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ മുരുകനെയോ ഭദ്രകാളിയെയോ നിത്യവും പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ മേൽപ്പറഞ്ഞ ദേവതയുടെ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ നിത്യവും ജപിക്കുന്നതും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിനെല്ലാം ഇടയാക്കും. ഇത്തരം സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ നിത്യവും ചൊല്ലുന്നതിന് സാധിക്കാത്തവർ അതല്ലെങ്കിൽ അതിനോടൊപ്പം വർഷത്തിലൊരിക്കലെങ്കിലും ഹരിപ്പാട്, കുഴൂർ എന്നിവിടങ്ങളിലുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അതിൽ പ്രധാനമായും ഷഷ്ഠി ദിവസം പ്രസ്തുത ക്ഷേത്രത്തിൽ തൊഴുത് പിഴിഞ്ഞു പായസമോ അഭിഷേകമോ വഴിപാട് ചെയ്യുന്നതും ഉത്തമമാണ്. ഇനി ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നവർ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ തൊഴുത് കടും പായസം വഴിപാടും ഗുരുതി പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുന്നതും ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ ഉത്തമമാണ്. കൂടാതെ ചൊവ്വാഴ്ചയും ചിത്തിരയും ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ കലണ്ടറിൽ മാർക്ക് ചെയ്തു വെച്ച് അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും കന്നിക്കൂറുകാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും തുലാക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ജീവിതത്തിലെ ദോഷദുരിതങ്ങൾ നീക്കി സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.